ഇതെൻ്റെ വീട്, ഇതെൻ്റെ അനിയൻ്റെ വീട്. പനാരം പഞ്ചായത്തിൽ 19-ാം വാർഡിൽ കൊളത്താറ എന്ന പ്രദേശത്ത് ഒരൊറ്റപ്പെട്ട ഒരു കുന്നും പ്രദേശത്താണ് ഈ കൊച്ചിയുടെ മകളായ സുനിതയും ഭർത്താവും താമസിച്ചിരുന്നത്. മദ്യപാനത്തിൻ്റെ അടിമയായ സുരേഷ് സ്വന്തം ഭാര്യയെ നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയുണ്ടായിരുന്നു. ആ സമയത്ത് ഈ മൂത്ത മകളായ ബബിത മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ദുർമരണം നടന്ന വീട്ടിൽ താമസിക്കാൻ പറ്റാത്തതുകൊണ്ടും ഒറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ടും ഈ സുനിതയുടെ അമ്മ വല്യമ്മ ഈ കൊച്ചിയെയും കൂട്ടി ഈ പല കോളനികളിലായിട്ട് ബന്ധുവീടുകളിലായിട്ട് താമസിച്ച് വരികയായിരുന്നു. വീട് കിട്ടിയാൽ ഞാൻ എൻ്റെ മക്കളെ ഇവിടെ നിൽക്കുമല്ലോ, ഓടിപ്പാഞ്ഞ് നടക്കാണ്ട് അവിടെ ഇവിടെ പട്ടിണി കിടന്ന് നിൽക്കാണ്ട് അങ്ങനെ ഒരു ഇത് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. കണ്ണൂരിലുള്ള അശോക മാഷ് എൻ്റെ സുഹൃത്തായിരുന്നു. മൂപ്പറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ദാരുണമായൊരു കുടുംബൻ്റെ മാഷ് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മാഷ് ഇതിന് മുൻകൈ എടുക്കുകയും മാഷയുടെ നേതൃത്വത്തിൽ മാഷ് ഒരു സുഹൃത്തിൻ്റെ വകയായിട്ട് സ്ഥലം മേടിച്ച് തരികയും അതേപോലെ തന്നെ വീട് കെട്ടാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സമയം മാഷാഭാഗത്തുണ്ടായി. വീട് പണിക്ക് മൊത്തത്തിൽ 15 ലക്ഷം രൂപയോളം വരും. ഇപ്പം തറ കെട്ടിയപ്പോൾ തന്നെ 2.5 ലക്ഷം രൂപേൻ്റെ മേലെ കടന്നു കഴിഞ്ഞു. ഇനി ഒരു 13 ലക്ഷം രൂപ കണ്ടെത്താനുള്ള മാർഗ്ഗമായിട്ട് ഞങ്ങൾ പല രീതിയിലും ജോയിൻ്റ് അക്കൗണ്ട് എടുത്തിട്ട്, പക്ഷേ ഇന്ന് വരെയായിട്ട് അതിൽ ആകെ വന്നൊരു 1.4 ലക്ഷം രൂപയാണ് പൈസയായിട്ട് ഇതുവരെ വന്നത്. ഒരു ചിത്ര രചനാ ക്യാമ്പ് കോഴിക്കോട് വെച്ച് നടത്തിയിരുന്നു. മാതൃഭൂമിയുടെ മദൻ സാറൊക്കെയുടെ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു. ഈ ചിത്രങ്ങൾ വിറ്റ് പോകണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ചിത്രം വിറ്റ് കഴിഞ്ഞാൽ ഇത് നിർമ്മിക്കാൻ ആവശ്യമായ തുക ഏകദേശം സംഭരിക്കാൻ പറ്റുമെന്നാണ്. അതിനെല്ലാവരും കൂട്ടി ഒത്തൊരുമിൽ ഞങ്ങൾക്കൊരു കിടക്കാൻ എന്തെങ്കിലും ഒരു പായാക്കി തന്നാൽ മതി മാത്രം. എൻ്റെ പൈതൽ മക്കളുണ്ട്, വിഷമം തീരുന്നില്ല കേട്ടോ.